എല്ലാവർക്കും ട്രൂ ലൈവ് ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വിശേഷം പങ്കുവെക്കാനാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ദിവ്യ എന്ന മോളുടെ വിശേഷമായിട്ടാണ്. നന്നായിട്ട് കവിത ചൊല്ലുന്ന ഒരു മോളാണ്. എന്താ വിശേഷമൊക്കെ? അതവിടെ വന്നിട്ട് എങ്ങനെ മോള് ഹാപ്പിയാണോ? പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് വന്നതെന്നറിയോ? വീഡിയോ എടുക്കാൻ. വീഡിയോ എടുക്കുന്നത് എങ്ങനെ, ഹാപ്പിയാണോ? മോളൂസിനെ ഞാൻ അവിടുന്ന് സ്കൂളിൽ നിന്ന് കണ്ടതിന് ശേഷം കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ടായിരുന്നല്ലോ. അതിനുശേഷം മോള് തത കവിത ചൊല്ലി തന്നിട്ടില്ലേ? അത് നല്ല നല്ല മധുരമുള്ള ശബ്ദമാണെന്ന് തത പറയലില്ലേ? അപ്പോൾ കവിത ഒന്ന് തത ഒന്നുകൂടെ ഒന്ന് ചൊല്ലിത്തരുമോ? കാത്തിരിക്കുന്നു ഞാൻ നല്ല നാളിന്റെ ആഗമനത്തിനായി മോഹനായി, ആശ്ചര്യമില്ലാതെ അങ്കലാപ്പില്ലാതെ കാത്തിരിക്കുന്നു ഞാൻ ഏകനായി. ഓർക്കുന്നു ഞാൻ മരുഭൂമിയിൽ നിന്നു ദൈവനാടിന്റെ ആ ഗ്രാമഭംഗി. ദിവ്യകുട്ടിൻ്റെ പാട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ദിവ്യകുട്ടി ചൊല്ലുന്നത്. അതുപോലെ തന്നെ ഇനിയും മോളെ ഈ സ്കില്ല് നമുക്ക് വളർത്തി കൊണ്ടുവരണം. അപ്പോൾ അതിന് മോള് മുന്നോട്ട് വരണം കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ നല്ല ഇതിലാണ് ചൊല്ലിയത്. സന്തോഷമായില്ലേ? സന്തോഷമായോ? ദിവ്യൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മ ഒന്ന് പങ്കുവെക്കോ? കാരണം സ്കൂളിലൊക്കെ ഇവള് പഠിക്കുന്ന ബഡ്സ് സ്കൂളിലാണ്. പിന്നെ 5ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് ഇവർക്ക് കണക്ക് കൂട്ടാൻ അറിയില്ലായിരുന്നു. അപ്പോൾ അവിടുന്ന് മാഷ് പറഞ്ഞു ഇവർക്ക് പിന്നെ കണക്ക് തീരെ 5ാം ക്ലാസ്സിലെത്തിക്കും കൂട്ടാൻ തീരും, ഞങ്ങൾ അതിനോട് ഇവിടെ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മെഡിക്കലിൽ പോയി. അപ്പം കാര്യങ്ങളൊക്കെ പിന്നെ മാഷന്മാർ പറഞ്ഞു തരുന്നു. നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ അവിടെ നിന്ന് കിട്ടും. അപ്പം അങ്ങനെ 5-6 പ്രാവശ്യം ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി. അവളെ ബുദ്ധി കളന്ന് നോക്കിയപ്പോൾ ഒക്കെ അമ്മാറാണ്, ബുദ്ധിൻ്റെ പ്രശ്നം നല്ലതുണ്ട്. അപ്പോൾ അതുകൊണ്ട് 40%. എന്തായാലും ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് കൊടുക്കുക. അതിൽ മോൾക്കുള്ള കഴിവ് ഞാൻ മനസ്സിലാക്കിയത് നന്നായിട്ട് നല്ല മധുരമായിട്ടുള്ള സ്വരത്തിലുള്ള കവിത ചൊല്ലും. അപ്പം ഞാൻ പരിചയപ്പെട്ട ഒരു സമയം കൊണ്ട് മനസ്സിലാക്കിയെടുത്താണ്. അപ്പോൾ മോളെ ചേർത്ത് പിടിച്ചാൽ ഓളൊരു ഇതിലേക്ക് എത്താൻ പറ്റും നമുക്ക് തോന്നുന്നുണ്ട്. വേറെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിരുന്നു അവള് ചൊല്ലുന്നതിനെ പറ്റിയിട്ട്? സ്കൂളിൽ നിന്ന് ടീച്ചർമാരൊക്കെ പറയുന്നത് ഇവിടുന്ന് ഞങ്ങളെ കൗൺസിലർ പറഞ്ഞാണ് അവളിങ്ങനെ അവിടെ സ്കൂളിൽ കൊണ്ടാക്കിയാൽ വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ, സ്കൂളിൽ അങ്ങനെ ആക്കി തരാറിഞ്ഞിട്ടാണ്. ഇവിടുത്തെ സുരേഷാണ് ആക്കി തന്നത്. നമ്പർ സുരേഷ് വാർഡിൽ കൗൺസിലറായിരുന്നു, അവനാണ് ആക്കി തന്നത്. അങ്ങനെ ഇവിടെ പോയതിനെ കൊണ്ട് ആ സ്കൂളിലെ കുട്ടികൾ തന്നെ മെച്ചപ്പെട്ടു എന്നാണ് ടീച്ചർമാരൊക്കെ പറയുന്നത്. ഇവിടെ ചെല്ലുമ്പോഴൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ വെള്ളത്തിലിരിക്കുക, പാല് കുടിച്ചാൽ വായ കഴുകൂല, മീശ വെച്ച് വരുള്ളൂ പറഞ്ഞേക്കാം, ഒക്കെ മാറ്റാം, കുട്ടികൾ ടവല് കൊണ്ടുവരില്ല, മുഖം തുടക്കുക ഒക്കെ. ഇവിടെ വന്നതിന് ശേഷം കുട്ടികളൊക്കെ നല്ല മെച്ചപ്പെട്ട് നല്ല വൃത്തിയോട്. ഞാനന്നിപ്പോൾ മോളെ ആ സ്കൂളിൽ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. അതോടുകൂടി തന്നെ ഞാനോളും വല്ലാത്തൊരു അടുപ്പായി. ആ ഒരു ചേർത്ത് പിടിക്കൽ തന്നെ. പിന്നെ ആരോടും പെട്ടെന്ന് ഇണങ്ങി ഒരായിട്ട് പരിചയപ്പെടാൻ ഭയങ്കരതാണ്. എപ്പോഴും അതാ പറയാം. ഞാൻ അങ്ങനെ ഓരോ കല്യാണ വീട്ടിലൊക്കെ പോയാലും അയ്യോ അത് ഞാൻ എൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ് ഞാൻ പറയും, എന്താ ദിവ്യ വെറുതെ മറന്നുണ്ടാവും ഒരു. അപ്പം ഓല് മറന്നുവിടില്ല, ഓല് ദിവ്യനെ ഭയങ്കര ഇഷ്ടമാണ്. ദിവ്യക്ക് മറന്നൊന്നും പോയിണ്ടാവില്ല. എന്തായാലും ഇവിടെ വരാൻ പറ്റിയാലും കാണാൻ പറ്റിയാലൊക്കെ സന്തോഷം. അപ്പം മോളെ ബാക്കി കാര്യങ്ങളായിട്ട് ഇനി മുന്നോട്ട് പോവാം.